അദ്ദേഹത്തിൻ്റെ കവിതകളുടെയും പാട്ടുകളുടെയും ആവിഷ്കാരമൊക്കെ ഇവിടെ നടത്താനിരിക്കുക. അതുകൊണ്ടൊരു ചെറിയ തുടക്കം മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് ചോറൂണ് എന്ന എം ടിയുടെ കവിതയെക്കുറിച്ചാണ്. അല്ല സോറി, എം ടി പറഞ്ഞ ONV കവിതയെക്കുറിച്ചാണ്. എം ടിയുടെ അഭിപ്രായത്തോട് യോജിക്കുന്ന ആളല്ല. കാരണം ഈ ONV കാവ്യ സാഹചര്യത്തെ പ്രതിനിധീകരിക്കാൻ കഴിയുന്ന കരുത്തുള്ള ഒരു കവിതയാണ് ചോറൂൺ. ആ ചോറൂൺ എന്നുള്ള കവിത ONV മയിൽപ്പീലി എന്ന് പറയുന്ന ഒരു കാവ്യ സമാഹാരത്തിലാണ്. ഈ മയിൽപ്പീലി ONV കാവ്യ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവ് അദ്ദേഹത്തിൻ്റെ ഒരു ടേണിംഗ് പോയിന്റിനെ സൂചിപ്പിക്കുന്ന പുസ്തകമാണ്. അതിന് അവതാരിക എഴുതിയത് NV കൃഷ്ണവാര്യരാണ്. NV അതിൽ പറയുന്ന ഒരു കാര്യം, ONV ആദ്യകാല കവിതകൾ, ആ കവിതകൾ സംഗീതാത്മകമായിരുന്നു, ഗാനാത്മകമായിരുന്നു. അതിന് വിപ്ലവത്തിൻ്റെ ഒരു സന്ദേശമുണ്ട്. പക്ഷെ ആ ഒരു ആദ്യഘട്ടത്തിലുള്ള മാറ്റമാണ് ഈ മയിൽപ്പീലി പ്രകടമാക്കുന്നത്. മയിൽപ്പീലി ഗാനാത്മകതയേക്കാൾ കാവ്യാത്മകതയിലേക്ക് അത് വികസിച്ചു. ഈ ആദ്യഘട്ടത്തിലെ വിപ്ലവത്തിൻ്റെ ഉള്ളടക്കം ഈ മയിൽപ്പീലിയുടെ മയിൽപ്പീലിയോട് കൂടി ഏറെക്കുറെ ONV ഉപേക്ഷിക്കുന്നതായിട്ട് NV ആ ആമുഖത്തിൽ നിരീക്ഷിക്കുന്നു. NV മലയാളത്തിലെ മഹാനിരൂപകന്മാരിൽ ഒരാളാണ്, വലിയ കവിയാണ്. അദ്ദേഹം പറഞ്ഞ ഒരഭിപ്രായത്തോട് എനിക്ക് യോജിപ്പാണ്. ONV കവിത ഗാനാത്മകതയേക്കാൾ കാവ്യാത്മകതയിലേക്ക് വികസിക്കുന്ന ഒരു ഘട്ടമാണ്, ഗംഭീരമായൊരു ഘട്ടമാണ് മയിൽപ്പീലി എന്ന കാര്യത്തർക്കമില്ല. പക്ഷേ ഈ ആദ്യകാലത്ത് അദ്ദേഹം ഉയർത്തിപ്പിടിച്ച വിപ്ലവത്തിൻ്റെ ഉള്ളടക്കം ഈ മയിൽപ്പീലിക്കാലം മുതൽ ONV ഉപേക്ഷിക്കുന്നു എന്ന NV നിരീക്ഷണത്തോട് അതിശക്തമായി വിയോജിക്കാതിരിക്കാൻ വയ്യ. ശരിയാണ്, ആ പുസ്തകത്തിൽ ഇത്തരത്തിൽ ഒരു നിഗമനത്തിലെത്താൻ പ്രേരിപ്പിക്കുന്ന ചില വരികളൊക്കെ അവിടെ നമുക്ക് കാണാം. ഖ്യാതമായ അദ്ദേഹത്തിൻ്റെ തച്ചുടയ്ക്കലിൽ തച്ചുശാസ്ത്രങ്ങൾക്കപ്രാപ്തിന് കൊച്ചു ദുഃഖത്തിന് പച്ചത്തുരുത്തിലാണെന്ന് അതുപോലെ തന്നെ ഈ മൈത്രിയിലുള്ള കവിതയിൽ പറയുന്നുണ്ട്, ഭൂമി കന്യയെ വേൾക്കാൻ വന്ന മോഹമേ ഇന്ദിര കാമുകമെടുത്തു നീ കുഴച്ചു തകർത്തുന്നു. ONV മനസ്സിൽ തകർന്നു വീണ വിപ്ലവത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ തന്നെയാണ് ഈ ശിഥിലമായ ചിതറിക്കിടക്കുന്ന മഴവിത്തുണ്ടിൽ എന്ന് NV നിരീക്ഷിക്കുന്നു. NV മാത്രമല്ല, അന്ന് മുതൽ ഏതാണ്ട് മലയാള സാഹിത്യ വിമർശകർ എല്ലാവരും ഏകകണ്ഠമാണ് ഈ മയിൽപ്പീലി കാലം മുതൽ ONV കവിതയ്ക്ക് അതിൻ്റെ ഭാവഘടനയിലും രൂപഘടനയിലും വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്ന അഭിപ്രായക്കാരൻ. ഞാൻ ചോറൂൺ എന്നുള്ളൊരൊറ്റ കവിത ഒരു 5-10 മിനിറ്റ് മാക്സിമം എടുത്ത് സംസാരിക്കാമെന്ന് വിചാരിക്കും. എനിക്ക് തോന്നുന്നു ഈ ചോറൂൺ എന്ന കവിതയെ തന്നെ ആധാരമാക്കി മയിൽപ്പീലി എന്ന കാവ്യസമാഹാരത്തെ തന്നെ അവലംബിച്ചു ഈ NV നിരീക്ഷണത്തോട് എൻ്റെ വിയോജിപ്പ് രേഖപ്പെടുത്താനാണ് ഞാൻ ഈ സംഗമത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ശ്രമിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ പുരോഗമന സാഹിത്യ പ്രസ്ഥാനം അതിൻ്റെ വേലിയിറക്കം തുടങ്ങുന്നത് 1940കളുടെ അവസാനത്തിൽ. ആ സന്ദർഭത്തിൽ പുരോഗമന സാഹിത്യത്തിൻ്റെ തന്നെ വക്താവും പ്രയോക്താവും പ്രവചകനും ഒക്കെ ആയിരുന്ന ജോസഫ് മുണ്ടശ്ശേരി
പുരോഗമന സാഹിത്യത്തിൻ്റെ ചരിത്രത്തെ അവലോകനം ചെയ്തുകൊണ്ട് നടത്തിയില്ല ഒരു വിമർശനം. അത് ഏതാണ്ട് ഇങ്ങനെ: പുരോഗമന സാഹിത്യത്തിൻ്റെ ഉള്ളടക്കത്തിൽ വലിയ മാറ്റം വരുത്തി. എന്നാൽ ആ മാറ്റത്തിന് അനുരോധമാണ് സാഹിത്യത്തിൻ്റെ രൂപത്തിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് അപൂർണമാണ്, അപര്യാപ്തമാണ് എന്ന അഭിപ്രായമാണ് മുണ്ടശ്ശേരി പ്രകടിപ്പിച്ചത്. മുണ്ടശ്ശേരിയുടെ ഈ വിമർശനം അതിന് ധാരാളം പ്രതിവാദങ്ങളും ആകാറുണ്ട്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. പക്ഷെ മുണ്ടശ്ശേരിയുടെ ഈ വിമർശനം അതിനെ വളരെ പോസിറ്റീവായിട്ട് പുരോഗമന സാഹിത്യത്തിൻ്റെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന എഴുത്തുകാർ സ്വീകരിച്ചു എന്നാണ് മലയാള സാഹിത്യത്തിൻ്റെ പിൽക്കാല ചരിത്രം തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ വയലിൻ എടുക്കാം. വയലിൻ്റെ ഈ കവിത, ഈ മൈപ്പിലി കാലം തൊട്ട് അദ്ദേഹത്തിൻ്റെ കവിതയ്ക്ക് സംഭവിച്ചിട്ടുള്ള ഒരു മെറ്റമോർഫോസിസ്, ആ മെറ്റമോർഫോസിസിൻ്റെ കാതലെന്താ? കാതൽ ഈ വിപ്ലവത്തിൻ്റെ ഉള്ളടക്കത്തെ ഉപേക്ഷിക്കല്ല വയലിൻ ചെയ്തു. താൻ ആദ്യകാലം മുതൽ ഉയർത്തിപ്പിടിച്ച വിപ്ലവത്തിൻ്റെ ഉള്ളടക്കത്തെ മൈപ്പീലിയുടെ പടിക്കൽ വെച്ച് ONV ഉപേക്ഷിക്കല്ല ചെയ്തു, ഉയർത്തിപ്പിടിക്കരുത്. പക്ഷേ കൂടുതൽ സമർത്ഥമാണ്, കൂടുതൽ സഫലമാണ്, തൻ്റെ കാവ്യശില്പഘടനയുമാണ് ഈ വിപ്ലവത്തിൻ്റെ സന്ദേശത്തെ സന്നിവേശിപ്പിക്കാൻ ONV നടത്തിയിട്ടുള്ള വിജയകരമായ ശ്രമത്തിൻ്റെ തുടക്കമാണ് മൈപ്പീലി എന്ന് ഞാൻ കരുതുന്നു. അതിനെ പ്രതി ആ ഒരു പരിവർത്തനത്തിൻ്റെ ഒരു പതാക വഹിക്കുന്ന കവിതയാണ് ചോറൂണ്. ഈ ചോറൂണ് എന്നുള്ള കവിത എന്താണ്? നാം ഇരുവർ നിൻ ചുമ ചേർന്ന് ഉറങ്ങുന്നു കൊച്ചുമോൻ, ഞാനും നീയും നമ്മുടെ മോനും, അങ്ങനെയാണ് കവിത ആരംഭിക്കുന്നത്. ആ ആരംഭം തന്നെ വേണമെങ്കിൽ NDയുടെ വാദത്തെ സാധൂകരിക്കുന്നതെന്ന് പറയാം. കാരണം ഈ വിപ്ലവത്തിൻ്റെ സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ തിരയടിക്കുന്ന സമുദ്രങ്ങളിൽ നിന്ന് കൊച്ചു കുടുംബത്തിൻ്റെ ഞാൻ നീയും കുഞ്ഞുമോനും ഒക്കെ അടങ്ങുന്ന കുടുംബവൃത്തത്തിലേക്ക്, ശാന്തമായ ഒരു പുഴക്കടവിലേക്ക് ഈ ONVയുടെ പിന്മടങ്ങലാണ് അല്ലെങ്കിൽ എന്ന് ഈ വരി വച്ചിട്ട് വനങ്ങി വ്യാഖ്യാനിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ചോറൂണെന്നുള്ള കവിത അച്ഛനും അമ്മയും ഉറ്റ ബന്ധുക്കളും എല്ലാം ചേർന്ന് കുഞ്ഞുമോൻ്റെ ചോറൂണ്, ചോറൂണ് എന്ന അനുഷ്ഠാനം ആഘോഷപൂർവ്വം സന്തോഷപൂർവ്വം നടത്തുന്ന ഒരു ജീവിതാനുഭവത്തിൻ്റെ, ഒരു അവിസ്മരണീയമായ അനുഭവത്തിൻ്റെ, സന്തോഷകരമായ ഒരു ഓർമ്മയുടെ ഒരാവിഷ്കാരമാണ് എന്ന് പറയുന്നു. അങ്ങനെ ആ കവിതയെ വിലയിരുത്താൻ ശ്രമിക്കുന്നവരെ പരിഹസിച്ചുകൊണ്ട് അത്തരമൊരു വിധി പ്രസ്താവത്തെ നിഷേധിക്കാൻ പറ്റുന്ന നിരവധി ഘടനകളിൽ കവിതയിൽ വളരെ ബോധപൂർവം ONV നിക്ഷേപിച്ചു. ഒരു ഉദാഹരണം പറയാൻ, അതിലൊരു വരി: ഊഴികൻ അക്ഷയപാത്രത്തിൽ നിന്ന് ഒരേ സൂര്യൻ്റെ ചൂടും വെളിച്ചവും ഉണ്ണുവോ. പൂർണ്ണ വിഷയം. ഊഴികൻ അക്ഷയപാത്രത്തിൽ നിന്ന് ഒരേ സൂര്യൻ്റെ ചൂടും വെളിച്ചവും അതൊക്കെ വികസിക്കാൻ ഞാനും നീയും മോനും മോൻ്റെ ചോറൂണും എന്ന ഇത്തിരി വട്ടത്തിൽ നിന്ന് ഈ വിശ്വവിധാനത്തോളം ഈ കവിത വികസിക്കുക. പാത്രത്തിൽ നിന്ന് പങ്കിട്ട് അനുഭവിക്കുന്നു. ജീവിതത്തിലെ എന്താ പറയുക, നേട്ടങ്ങളും ഓട്ടങ്ങളും ഒക്കെ പങ്കെടുക്കുന്നു. എനിക്കുള്ളത് നിനക്കും നിനക്കുള്ളത് എനിക്കും എന്ന സാമൂഹ്യബോധത്തിൻ്റെ, സമത്വബോധത്തിൻ്റെ, സാഹോദര്യബോധത്തിൻ്റെ, സഹകരണ സംസ്കാരത്തിൻ്റെ ഒക്കെ ഏറ്റവും വിശാലമായ, മനുഷ്യരും തമ്മിൽ മാത്രമല്ല, മനുഷ്യരും സകല ജീവജാലങ്ങളും തമ്മിലുള്ള ഒരു പാരസ്പര്യത്തിൻ്റെ മധുര സംഗീതം കൊണ്ട് മുഖരമായ ഒരു പരികൽപ്പനയാണ് ഇവിടെ ഈ കവി അവതരിപ്പിക്കുന്നത്. അപ്പം ചോറൂണ് കേവലം ഒരു ചോറൂണിൻ്റെ കവിതയല്ല. ആ കവിതയിൽ ഒരു വാക്ക് ഉണ്ണുക, ചോറൂണാണ്. ഈ ഉണ്ണുക എന്ന വാക്ക് ഇങ്ങനെ ആവർത്തിച്ച് ആ കവിതയിൽ വരും. കവികൾ
ചിലപ്പോൾ ചില വാക്കുകളോ ചില പ്രയോഗങ്ങളോ ചില കൽപ്പനകളൊക്കെ ആവർത്തിക്കാം. ഇത് ആവർത്തിക്കുന്നുണ്ട്. ഇത് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. ഇത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു വിധാനത്തിലേക്ക് ഇതിൻ്റെ അർത്ഥം വികസിക്കുന്നുണ്ട് എന്ന കവിയുടെ വിവക്ഷയാണ് ഈ വാക്കുകളുടെയും കൽപ്പനകളുടെയും ഒക്കെ ആവർത്തനം എന്ന് പറയുന്നത്. ഒരു രചനാതന്ത്രമാണ്, ഒരു സൂത്രമാണ്, കവിയുടെ ഒരു സൂത്രവിദ്യയാണ്. അപ്പൊ ഈ ഉണ്ണുക എന്ന വാക്കിനെ ആവർത്തിക്കുന്നുണ്ട്. ഓമൽ തളുവിരലുണ്ടു മയക്കമോ, അമ്മ തൻ നെഞ്ഞിൽ നിന്നുണ്ട മധുരം, പൊൽത്തിരുവോണ നിലാവുണ്ട ശൈശവം, സ്മൃതികളിൽ നിന്ന് തേനുണ്ണുക. ഒരുപാട് ഉണ്ണുക എന്നുള്ള വാക്കുകൾ. അത് കഴിഞ്ഞ് ഈ കവിത അവസാനിക്കുന്നിടത്ത് പുണ്യ നിളാനദി പാലമൃതൂട്ടുന്ന പൊന്നിള വെയിലണി നാവാമണ. അവിടെ ഉത്തലാണ്. ഉണ്ണുക 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 എന്ന് പറഞ്ഞിട്ട് കവിത അവസാനിക്കുന്നിടത്ത് ഊട്ടുക. അപ്പൊ ഈ ഉണ്ണുക ഊട്ടുക എന്ന് പറയുന്ന എന്തത്? അമ്മതൻ ഉണ്ണി മറക്കായ പക്ഷേ ഒരമ്മതൻ നെഞ്ഞിൽ നിന്നുണ്ട മധുരമൊരിക്കലും. അത് പറയുന്നൊരു പ്രധാനപ്പെട്ട വരും. ഇപ്പോൾ ഉണ്ണുന്നവരെ ഊട്ടുന്നവരെ മറന്നു പോവുക എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ഉണ്ണുന്നവർ ഊട്ടുന്നവരെ മറന്നു പോവുക. ഊട്ടുന്നവർ ഉണ്ണുന്നില്ല, ഉണ്ണുന്നവർ ഊട്ടുന്നില്ല. ഉണ്ടാക്കുന്നവർ ഉടമകളല്ല, ഉടമകൾ ഉണ്ടാക്കുന്നില്ല. ഈ വൈരുദ്ധ്യമാണ് ചരിത്ര ആരംഭം മുതൽ ചരിത്രം അവസാനിക്കുന്നത് വരെ മനുഷ്യ ചരിത്രത്തിൽ മുഴുവൻ നൂലോടി നിൽക്കുന്ന മുഖ്യ വൈരുദ്ധ്യം, മേജർ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞത് മാസം. ഈ മഹാസംഘർഷത്തെ തന്നെയാണ് ചോറൂണ് എന്ന അദ്ദേഹത്തിൻ്റെ കവിതയിൽ ONV അവതരിപ്പിക്കുന്നത്. ഈ ആ കവിതയിൽ മാത്രമല്ല, ഒരൊറ്റ കവിതയിലല്ല, അദ്ദേഹത്തിൻ്റെ ഒപ്പം എന്ന് പറയുന്ന ഒരു കാലക്രമമാണ്. അതിന് ഒപ്പം എന്ന് പറഞ്ഞൊരു കവിത ആ കവിതയിൽ പറയുന്നുണ്ട്. പിന്നെ കടൽ കണ്ടു ഞാൻ, വെറും മണ്ണിൽ കിടന്നുരുളുന്ന കാണാതായ കുഞ്ഞിനെയോർത്ത് നെഞ്ഞു ചുരന്ന പാലെങ്ങും പരന്നതിൽ മുങ്ങി മരിക്കുന്നൊരമ്മയെ കണ്ടു ഞാൻ. അമ്മയുടെ അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള വാത്സല്യമാണ്, വാത്സല്യ ദുഃഖമാണ്. അത് ലോകമോട് നിറയാം. അതിൽ അമ്മ മുങ്ങി മരിക്കുക. ഞാൻ പൊന്നാനിയിൽ വരുന്ന ആളാണ്. പൊന്നാനിയിൽ വലിയൊരു കവി ജീവിച്ചിരുന്നു, ഇടശ്ശേരി. ആ ഇടശ്ശേരി പറയുന്നുണ്ട്, തന്നെ തന്നെ തീറ്റി കൊടുത്തവൾ പോറ്റിയെടുപ്പിയിലാരാരെ. അമ്മമാര് തന്നെ തന്നെ കുട്ടികളെ ചോറ് കൊടുക്കുന്ന അമ്മയാണ്, പാല് കൊടുക്കുന്ന അമ്മയാണ്, പാവ കൊടുക്കുന്ന അമ്മയാണ്. കാച്ചിയ മോരൊഴിച്ച് ഒപ്പി പഠിച്ചിട്ട് കാക്കയെ പൂച്ചെ പാട്ടുകൾ പാടിയിട്ട് മാമ കൊടുക്കുന്ന അമ്മയാണ്. ഇതെല്ലാം മാത്രമല്ല, ഇതിനപ്പുറം തന്നെ തന്നെ തീറ്റി കൊടുക്കും. അപ്പോൾ ഇങ്ങനെ തന്നെ തന്നെ തീറ്റി കൊടുക്കുന്ന ത്യാഗത്തിൻ്റെ പരമമായ ആവിഷ്കാരം ഇതിനു വേണ്ടി എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന ലോകത്തിന് വേണ്ടി, നാമ്പെടുത്തു വരുന്ന പുലരിക്ക് വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുന്ന ത്യാഗങ്ങളുടെ, മഹാത്യാഗങ്ങളുടെ, രക്തസാക്ഷിത്വത്തിൻ്റെ ഒക്കെ വിധാനങ്ങളിലേക്ക് വികസിക്കുന്ന ഒരു പരികല്പനയാണ്. ഈ ഒരു ഉണ്ണുന്നവർ ഊട്ടുന്നവരെ മറന്നുപോയാൽ സംഭവിക്കുന്നെന്താ? ലാഭലോഭം, രാജ്യഭാരം ആരംഭിച്ചാൽ സംഭവിക്കുന്നെന്താ? എന്താണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ചുറ്റും നോക്കിയാൽ മതി. എവിടെ തിരിഞ്ഞാൽ നമുക്കതിൻ്റെ അടയാളങ്ങൾ, ലക്ഷണങ്ങൾ കാണാം. ഞാൻ അവസാനിപ്പിക്കാം. ONV അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് വലിയൊരു കവിതയും ഭൂമിക്കൊരു ചരമഗീതം കവിത. ആ കവിതയിൽ പറയുന്നുണ്ട്, മുണ്ടിത ശിരസ്കയ അനാഥയ ആലംബഹീനയ സൗരയൂഥ പെരുവഴിയിൽ അലയുന്ന ഭൂമി.
മുണ്ടിത ശിരസ്കയായി, അനാഥയായി, ആലംബഹീനയായി, സൗരയൂഥ പെരുവഴിയിൽ അടയുന്ന ഭൂമാതാവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഭൂമിക്കൊരു ചരമഗീതം. ഈ സ്വാർത്ഥം, ഈ ലാഭലോഭം, ആ രാജ്യഭാരം നടത്തുമ്പോൾ ആ ലാഭത്തിന് വാരി വിഴുങ്ങാൻ, ലോകത്തെ എന്തും വെട്ടി വിഴുങ്ങാൻ, ഈ സ്വന്തം മുട്ടയിരുന്ന താറാവിനെ കൊല്ലുന്നത് പോലെ ഈ ലോകത്തെ, ഈ വസുന്ധരെ, അതിൻ്റെ വയറ്റിലുള്ള സകലതും വെട്ടി പിളർന്ന് വാരി വിഴുങ്ങി ലോകം സർവനാശത്തിൻ്റെ വാതിൽക്കൽ വന്നു നിൽക്കുന്നതിൻ്റെ ചകിതമായ ഒരു ചിത്രം ആണ് ഈ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയിൽ. നമുക്ക് നമ്മുടെ ഈ ഇതാണ് കവിത എന്ന് പറയുന്നത്. ഈ കവിയാണ് വിപ്ലവത്തിൻ്റെ ഉള്ളടക്കം ഉപേക്ഷിച്ചു എന്ന് അദ്ദേഹത്തിൻ്റെ മയിൽപ്പീലിക്ക് അവതാരിക എഴുതുമ്പോൾ മലയാളത്തിലെ എന്താ പറയുക, എന്താണ്, ഞാൻ ആമൂലാഗ്രം ആരാധിക്കുന്ന ഒരു സാഹിത്യ വിമർശകൻ എഴുതി വെച്ചത്. ഞാൻ ആവർത്തിക്കുന്നു, ഞാൻ അവസാനിപ്പിക്കുന്നു. തൻ്റെ കാവ്യജീവിതത്തിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ഈ വിപ്ലവത്തിൻ്റെ ഈ ഉള്ളടക്കം ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ, ഏത് വഴിത്തിരിവിൽ, ഏത് കൊടുങ്കാറ്റടിച്ചിട്ടും ഉപേക്ഷിക്കുകയല്ല ചെയ്തത്, ഉയർത്തിപ്പിടിക്കുകയാണ് ONV ചെയ്തത് എന്നത് അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ കടന്നു പോകുന്ന ഒരു സുമനസ്സിന് സമ്മതിക്കുക തന്നെ വേണ്ടിവരും എന്ന് ഈ സന്ധ്യയ്ക്ക്, ONVയുടെ സ്മരണകൾ നിറഞ്ഞ് തുളുമ്പുന്ന ഈ സന്ധ്യയ്ക്ക്, ഈ ചെറു സദസ്സിൻ്റെ മുമ്പിൽ വന്ന് പറയാതെ പോയാൽ അത് സംസ്കാരത്തോട് ചെയ്യുന്ന ഒരു കുറ്റകൃത്യമാവും എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയി ക്ഷമിക്കുക. ശേഷം ONVയുടെ മകൻ ചോറൂണ് എന്ന കവിതയ്ക്ക് ആധാരമായിട്ടുള്ള അന്നത്തെ കുട്ടിയാണ്. ഈ ചോറൂണ് എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രത്യേകത തോന്നുന്നത്, എൻ്റെ നാട്ടിൽ ഞാൻ പൊന്നാനി താമസിക്കുന്നു, തൊട്ടപ്പുറത്താണ് നിന്നാവായ, ഭാരതപ്പുഴയുടെ അങ്ങേക്കരയിലാണ് നിന്നാവായ. അപ്പോൾ ഈ ആ ചോറൂണ് എന്ന കവിത അതിന് കുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടിക്ക് ഇത് സംബന്ധിച്ച് പറയാനുള്ളത് നമുക്ക് എല്ലാവർക്കും നമസ്കാരം. ചോറൂണ് എന്ന കവിതയിലെ ഉണ്ണി അത് ഞാൻ തന്നെയാണെന്ന് വളരെ സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം ഞാൻ സ്മരിക്കുന്നു. എന്നാലത് ഉണ്ണിയെ പറ്റിയുള്ളൊരു കവിതയല്ല, അത് അച്ഛൻ കണ്ട പ്രകൃതി, ആ ഒരു ലോകം, അതിനെക്കുറിച്ചുള്ള അച്ഛൻ്റെ ഒരുപാട് കാഴ്ചപ്പാടുകൾ നിറഞ്ഞ ഒരു കവിതയാണ് ചോറൂൺ. പിന്നീട് നിളാതീരത്ത് വീണ്ടും എന്ന് പറഞ്ഞിട്ട് ചോറൂണിനൊരു അനുബന്ധമായിട്ടൊരു കവിതയും കൂടി അച്ഛൻ എഴുതിയിട്ടുണ്ട്. ഏറെ വർഷങ്ങൾക്ക് ശേഷം അതേ പ്രദേശത്ത് പിന്നെയും ചെല്ലുമ്പോൾ കാണുന്ന ആദ്യം കണ്ട പ്രകൃതിയിലുണ്ടായിട്ടുള്ള ഒരുപാട് വിനാശകരമായിട്ടുള്ള മാറ്റങ്ങൾ അത് കണ്ട് ദുഃഖിച്ചെഴുതിയ കവിതയാണ് നിളാതീരത്ത് വീണ്ടും. അങ്ങനെ ആ ഒരു പ്രദേശം, അമ്മയുടെ നാട്, അച്ഛൻ ജനിച്ചത് കൊല്ലത്താണെങ്കിലും അച്ഛനെ ഒരുപാട് സ്വാധീനിച്ച ഒരു ഭൂപ്രകൃതിയാണ് നിളാ നദിയും അതിൻ്റെ തീരത്തുള്ള ഗ്രാമങ്ങളുമൊക്കെ. അതിൻ്റെ പശ്ചാത്തലത്തിൽ നിരവധി കവിതകൾ അച്ഛൻ എഴുതിയിട്ടുണ്ട്. മുത്തിയും ചോഴിയും മുത്തശ്ശൻ തുടങ്ങി പലതും. അപ്പോൾ അച്ഛൻ്റെ പല കവിതകളും അങ്ങനെ പറയുകയാണെങ്കിൽ യാത്രകളാണ്. അച്ഛൻ യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നു. ജീവിതത്തിൽ അവസാന നാളുകളിൽ ആരോഗ്യപരമായ കാരണങ്ങളാൽ വീട്ടിലിരിക്കേണ്ടി വന്നതൊഴിച്ചാൽ അതിന് മുമ്പ് വരെ നിരന്തരം യാത്ര ചെയ്തിരുന്ന ആളാണ്. ലോകത്തിൻ്റെ എമ്പാടും സഞ്ചരിച്ചിരുന്ന ഒരാളായിരുന്നു അച്ഛൻ. അങ്ങനെ കാണുന്ന ആ ലോകങ്ങളിലൊക്കെ അവിടെ കാണുന്ന മനുഷ്യർ, അവിടെ കാണുന്ന പ്രകൃതി, ഇതെല്ലാം അച്ഛൻ്റെ കവിതയ്ക്ക് വിധേയമായിട്ടുണ്ട്, വിഷയമായിട്ടുണ്ട്. പല കവിതകളും, വളരെ പ്രശസ്തമായ പല കവിതകളും, കോതമ്പ് പണികൾ, അമ്മ തുടങ്ങിയവയെല്ലാം ഉദാഹരണം. ഇതെല്ലാം ഓരോ നാടുകൾ സന്ദർശിച്ച്, പിന്നെ യാത്രാഗീതങ്ങൾ പ്രത്യേകിച്ച് ഇവർ എഴുതിയിട്ടുണ്ട്. റഷ്യൻ യാത്രാഗീതങ്ങൾ നിരവധിയുണ്ട്. യാത്ര അത്രയും ഇഷ്ടപ്പെടുന്നവർ, ആ യാത്രയിൽ കണ്ടുമുട്ടുന്ന മുഖങ്ങൾ,
അവിടെ കണ്ടുമുട്ടുന്ന ഒരുപാട് സന്ദർഭങ്ങൾ, ഇതെല്ലാം അച്ഛൻ്റെ ഉള്ളിൽ കടന്ന് അച്ഛൻ പോക്കറ്റിൽ ഒരു ചെറിയ ഒരു ഡയറി എന്ന് പറഞ്ഞുകൂടാ, ഒരു ചെറിയ നോട്ട് പാഡ് എപ്പോഴും കൊണ്ട് നടക്കും. അതിലങ്ങനെ അച്ഛന് തോന്നുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് കുറിച്ചിടും. തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം അതിനെ കവിതയായിട്ട് വികസിപ്പിച്ചെടുക്കുകയാണ് പതിവ്. അങ്ങനെ അത് കണ്ടിട്ടുണ്ട്. അങ്ങനെ പല കവിതകളും അങ്ങനെ ആ രീതിയിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിരവധി കവിതകൾ അങ്ങനെ ഈ യാത്രകളിൽ വന്നിട്ടുള്ളതാണ്. യാത്രകളിൽ കണ്ടിട്ടുള്ള ഒരുപാട് പശ്ചാത്തലത്തിൽ നിന്ന് തുടർന്നിട്ടുള്ള കവിതകളാണ്. ഞാൻ കവിതയെ കുറിച്ച് സംസാരിക്കാനായിട്ട് ഞാൻ സോമൻ സാറിലേക്ക് കൊടുക്കാം. എല്ലാവർക്കും നമസ്കാരം. എന്നെ BA-ക്കും MA-ക്കും പഠിപ്പിച്ച എൻ്റെ ഗുരുനാഥൻ കൂടിയാണ് ഓർമ്മിച്ച. 1975 ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും MA പാസ്സായി ഇറങ്ങും. ഇപ്പോൾ 2025 ഞാൻ OM സാറിൻ്റെ കീഴിലുള്ള ആ ഒരു ശിഷ്യത്വത്തിൻ്റെ 50-ാം വർഷം കൂടിയാണ് ഈ സന്ധ്യ എന്ന് വേണമെങ്കിൽ പറയാം. ക്ലാസ്സിൽ ഗുരുനാഥൻ എന്ന രീതിയിൽ സാറിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് സാറിൻ്റെ കവിത പോലെയാണ്, ഒഴുക്കം. വളരെ മനോഹരമായി ഒരു കവിത ആസ്വദിക്കുന്ന പോലെയാണ് സാറിൻ്റെ പ്രസംഗങ്ങളും. അതുപോലെ തന്നെ സാറിൻ്റെ ക്ലാസ് അതുപോലെ. ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് തടസ്സപ്പെടാൻ പാടില്ല. നിങ്ങൾ ആരെങ്കിലും താമസിച്ച് വരികയാണെങ്കിൽ വാതുക്കൾ വന്നു നിന്ന് സാറിനോട് കയറട്ടെ എന്ന് ചോദിക്കാൻ പാടില്ല. കയറി ഇരുന്നോളണം. സാറിങ്ങനെ ഒരു ക്ലാസ്സിൽ ആത്മാവിഷ്കാരമാണ്. ഈ കവിത പോലെ സാറിൻ്റെ കവിത ആത്മാവിഷ്കാരം എന്ന് പറയുന്നത് പോലെ തന്നെ സാറിൻ്റെ ക്ലാസ്സും ഒരു തരം ആത്മാവിഷ്കാരമാണ്. ഈ ആത്മാവിഷ്കാരത്തിന് തടസ്സപ്പെടാൻ പാടില്ല. അതുകൊണ്ട് കുട്ടികളൊക്കെ താമസിച്ചു വന്നു കഴിഞ്ഞാൽ സാർ നേരെ അന്ന് ക്ലാസ്സിൽ കയറിയിരിക്കും, ബാക്കിലേക്ക് കൂടി കയറിയിരിക്കും. ഞങ്ങളുടെയൊക്കെ എല്ലാവരും മിക്കവാറും കുട്ടികളൊക്കെ ഗ്രാമങ്ങളിൽ നിന്ന് വരുന്നതാണ്, ദൂരപ്രദേശത്തു നിന്ന് വരുന്നതാണ്. ഇന്നത്തെ പോലത്തെ ബസ് സൗകര്യങ്ങളൊന്നും അന്നില്ല. വളരെയൊക്കെ ദൂരെ. ഞാൻ വരുന്നത് വിതരിയിൽ നിന്നാണ്. ആ ഏരിയയിൽ നിന്നൊക്കെയാണ് ഞങ്ങളൊക്കെ വരുന്നത്. പല കുട്ടികളും പാലോട് അതുപോലെയുള്ള ദൂരമൊക്കെ വരുന്ന കുട്ടികളാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ വരുമ്പോഴത്തേക്ക് ക്ലാസ് ഫസ്റ്റ് അവർ കഴിഞ്ഞപ്പോൾ സാറിൻ്റെ ക്ലാസ് ഉണ്ടാവുക. നിങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പം 10-12 മിനിറ്റൊക്കെ താമസിച്ചൊന്നും വരാം. എന്നാലും ശരി, സാർ ചോദിക്കാൻ പാടില്ല, അനുവാദം ചോദിക്കാൻ പറ്റില്ല, കാര്യം ഇരുന്നോളണം. ഇങ്ങനെ ഒരു ക്ലാസ്സാണ് സാറിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എന്നെ BA-ക്ക് പഠിപ്പിച്ചത് ഒന്നിൻ്റെ സന്ദേശമാണ്. ആ പുസ്തകം ഞാനിപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ട്. MA-ക്ക് പഠിപ്പിച്ചത് സാഹിത്യം ഒരുകൊണ്ടും വിടയുമാണ്, വൈലോപ്പള്ളിയുടെ വിടയുമാണ് MA-ക്ക് പഠിപ്പിച്ചത്. അങ്ങനെ അധ്യാപകൻ എന്ന രീതിയിൽ 5 വർഷത്തെ പരിചയം. അത് ഈ ഞങ്ങൾ കുട്ടികളുമായിട്ട് സാറുമായിട്ട് അടുക്കുന്നത് MA-ക്ക് വന്നതിന് ശേഷമാണ്. BA-ക്ക് വലിയ കേരളം മുഴുവൻ അറിയപ്പെടുന്ന മഹാനായ ഒരു കവി എഴുത്തുകാരൻ. പിന്നെ അന്ന് തന്നെ കരുണയും ബാലമുരളിയും സാറ് സർവീസ് ഇരിക്കുന്നതുകൊണ്ട് സ്വന്തം പേര് വെച്ച് സിനിമാ ഗാനങ്ങൾ എഴുതാൻ പാടില്ല എന്നൊരു അവസ്ഥ നിലനിന്നിരുന്നതിനാണ് ബാലമുരളി എന്ന പേരിലാണ് ആദ്യകാലത്ത് സിനിമയ്ക്ക് ഗാനങ്ങൾ ഇരിക്കുന്നത്. ഇപ്പോൾ കരുണയിലൊക്കെ അന്ന് ഗാനങ്ങളൊക്കെ വന്ന സമയത്ത് തന്നെ വളരെ ഗാനരചയിതാവെന്ന രീതിയിൽ വളരെ പ്രശസ്തനായി നിൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ വളരെ ആദരവും അങ്ങനെ അടുക്കാൻ, സാറിൻ്റെ അടുത്ത് പോയി പരിചയം ഭാവിക്കാനും അങ്ങനെ അടുക്കാനുള്ള ഒരു മനോഭാവം ഞങ്ങൾക്കുമില്ലായിരുന്നു. വളരെ ആദരവോടുകൂടി അകന്നു നിന്ന് സാറിനെ കാണുന്ന ഒരവസ്ഥയായിരുന്നു BA-ക്ക് കൊടുക്കുന്നത്. MA-ക്ക് വന്നപ്പോഴാണ് സാറുമായിട്ട് കൂടുതൽ വ്യക്തിപരമായിട്ട് അടുക്കാനും വളരെ സാറുമായിട്ട് സംസാരിക്കാനും ഞങ്ങളോട് സാറ് കൂടുതൽ അടുക്കുന്നതും MA വിദ്യാർത്ഥികളായതിനു ശേഷമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ഗുരുശിഷ്യ ബന്ധമാണ് വാസ്തവത്തിൽ. ഗുരുശിഷ്യന്മാർ പണ്ടേ ഒരു വീട്ടുകാർ ഉരുള ഉരുട്ടിയാൻ നിന്നെ ഊട്ടിയിലേക്കെന്നും വൈലോപ്പള്ളി ഹെഡ്മാസ്റ്റർ ശിഷ്യനെന്ന് പറയുന്ന കവിതയിൽ പറയുന്നുണ്ട്. അതുപോലെ ഗുരുശിഷ്യന്മാർ പണ്ടേ ഒരു വീട്ടുകാരാണ് ഗുരുവും ശിഷ്യന്മാരും. അവസാനം പെൻഷൻ കിട്ടിയതിന് ശേഷവും സാറിൻ്റെ വീട്ടിൽ പോകുമ്പോഴെല്ലാം ആ ഒരു ബന്ധം, ഒരേ വീട്ടുകാരെന്നുള്ള ബന്ധം തന്നെയാണ് ഒരു ശിക്ഷകെന്ന രീതിയിൽ ഞങ്ങളും സാറിനും ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ സാറിൻ്റെ കീഴിൽ പിന്നെ ആദ്യം പോസ്റ്റ് ചെയ്തത് വിക്ടോറിയ കോളേജിലാണ്. അവിടുന്ന് കൊയിലാണ്ടി ഗവൺമെൻറ് കോളേജിലേക്ക് പോയി. അവിടെ ഒരു 6 വർഷം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ എന്നെ പോസ്റ്റ് ചെയ്തത് വിമൻസ് കോളേജാണ്. അന്ന് വിമൻസ് കോളേജിലെ ഹെഡ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു OM സാർ. സാറിൻ്റെ കീഴിൽ അങ്ങനെ 2 വർഷം ഒരു സഹപ്രവർത്തന നിലയിൽ സാറിൻ്റെ കീഴിൽ പ്രവർത്തിക്കാനൊരു ഭാഗ്യം കൂടി എനിക്ക് ലഭിച്ചിട്ടുണ്ട്.
ആ സമയത്ത് സാറ് പെൻഷൻ പറ്റുമ്പോൾ ഞങ്ങളെല്ലാം കൂടി ആലോചിച്ചു സാറിന് എന്താണ് ഒരു ഉപകാരം കൊടുക്കേണ്ടത്. അന്ന് സാറിൻ്റെ കവിതകളെക്കുറിച്ച് വലിയ പഠനങ്ങളൊന്നും മലയാളത്തിൽ വന്നിട്ടില്ല. ആകപ്പാടെ എം ബഷീർ ഫീനിക്സിൻ്റെ സംഗീതം എന്ന് പറയുന്ന ഒരു കളക്ഷൻ അന്ന് ഡി സി അല്ല, തൃശ്ശൂർ കറണ്ടാണ്, അന്ന് കറണ്ട് വഴി പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പം അന്ന് ആ ഒരു പുസ്തകമല്ലാതെ വേറൊരു പുസ്തകമൊന്നും വന്നിട്ടില്ല. മാത്രമല്ല സാറിൻ്റെ കവിതകളെക്കുറിച്ച് അന്ന് വളരെ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. നേരത്തെ എം എൻ നാരായണൻ മാഷ് സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷ നിരൂപകന്മാർ പോലും കളപ്പെട്ടുകളും വാക്വെട്ടുകൊണ്ടൊക്കെ എഴുതിയതിൻ്റെ പേരിൽ അദ്ദേഹം വിപ്ലവത്തെയൊക്കെ വഞ്ചിച്ചു പോയി കാലുമാറി എന്നൊക്കെ പറഞ്ഞ ആ രീതിയിൽ വിമർശനങ്ങൾ ഇടതുപക്ഷ നിരൂപകന്മാരിൽ ഉയർന്നു വരുന്ന കാലഘട്ടം. പിന്നെ മറ്റ് നിരൂപകന്മാർ ഇദ്ദേഹം ഒരു പാട്ടുകവിയാണ്, അത്ര വലിയ ഉയർന്ന കവിയൊന്നുമല്ല, കുറേ കാൽപ്പനികമായ കുറേ ശൈലിയും കാൽപ്പനികമായ പ്രയോഗങ്ങളൊക്കെ ഉള്ള കവി മാത്രമാണ് എന്ന രീതിയിൽ തരം താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ എം ബഷീറിൻ്റെ വീനീസിൻ്റെ സംഗീതം എന്ന പുസ്തകം വരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാം കൂടി തീരുമാനിച്ചു. സാറിൻ്റെ ശിഷ്യന്മാരായിരുന്നു അന്ന് വിമൻസ് കോളേജിലുണ്ടായിരുന്ന അധ്യാപകൻ ബഹുഭൂരിപക്ഷവും. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു സാറിന് ഒരു ഉപകാരം എന്ന രീതിയിൽ ഒരു പഠന ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുക. അങ്ങനെ ONV കവിത എന്ന പേരിലൊരു പഠന ഗ്രന്ഥം, ഒരു ലേഖന സമാഹാരം ഞങ്ങൾ പെട്ടെന്ന് തന്നെ പല നിരൂപകരെ വിളിച്ച് സാറിന് തന്നെ ശിഷ്യന്മാരായിട്ടുള്ള എഴുത്തുകാരെയൊക്കെ വിളിച്ചു വിളിച്ചറിയിച്ച് ലേഖനങ്ങൾ ശേഖരിച്ച് അങ്ങനെ NBS ആണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പുസ്തകം ONV കവിത എന്ന് പറയുന്ന ഒരു പഠന ഗ്രന്ഥം രണ്ടാമത്തെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു. അതിലാണ് ഞാൻ ഈ ഭൂമികന്യെ കേൾക്കാൻ വന്ന മോഹങ്ങൾ എന്ന് പറഞ്ഞൊരു ലേഖനം സാറിൻ്റെ കവിതയെക്കുറിച്ച് ആദ്യമായിട്ട് എഴുതുന്നത് ആ ഒരു പുസ്തകത്തിലാണ്. ഇങ്ങനെയാണ് ONV കവിതകളുടെ വായനയിലേക്ക് ഞാൻ പോകുന്നു. അപ്പോൾ ആ രീതിയിലുള്ള ബന്ധമാണ് ONV സാറുമായിട്ട് തുടങ്ങുന്ന ഒരു ബന്ധം എന്ന് പറയുന്നത്. അത് ഗുരുശിഷ്യ ബന്ധവും സഹപ്രവർത്തകൻ എന്ന രീതിയിലുള്ള ബന്ധവും പിന്നെ സാറിൻ്റെ കവിതകൾ ഇങ്ങനെ വായിച്ചു പോകുന്ന ഒരു പ്രവണത. അതിന് കാരണം ഞാനൊരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന വയൽവരമ്പിലൂടെ നടന്ന തോട്ടത്തിലൂടെയും വയൽവരമ്പിലൂടെയും കൈതക്കാടുകളിലൂടെയും ഇങ്ങനെ പൂക്കൾ നിറഞ്ഞ പ്രകൃതിയിലൂടെയൊക്കെ നടന്നൊക്കെയാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. സാറിൻ്റെ കവിതകളിൽ നിറയുന്നത് കേരളീയ ഗ്രാമീണ ഭംഗിയാണ്, കേരളത്തിൻ്റെ സസ്യപ്രകൃതിയാണ്, ഭൂപ്രകൃതിയാണ്. അപ്പം അത് വാസ്തവത്തിൽ സാറിൻ്റെ കവിത കൂടെ കടന്നു പോകുമ്പോൾ ഞാൻ എൻ്റെ ഗ്രാമത്തിലൂടെ എൻ്റെ വയൽവരമ്പിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു അനുഭവമാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം വയലപ്പള്ളിയുടെയും അതുപോലെ തന്നെ ONV സാറിൻ്റെയുള്ള കവിതകൾ ഇത്രമാത്രം എന്നെ ആകർഷിക്കാൻ കാരണം. ഞാൻ പിന്നെ 2 പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുള്ള വയലപ്പള്ളി കവിതയെക്കുറിച്ചുള്ള പഠനങ്ങളാണ്. അപ്പം ആ ഒരു രീതിയിലാണ് ONV സാറിൻ്റെ കവിതയുമായിട്ട് അടുക്കുന്നതിനുള്ള പ്രധാന കാരണം. ഇനി ചോറൂണിൻ്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചു. സാറിൻ്റെ കവിതയിലെ ടേണിംഗ് പോയിൻ്റ് ആകുന്നത് ചോറുവാണെന്ന് പറയാൻ കാരണം സാറിൻ്റെ മാത്രമല്ല, നമ്മുടെ മലയാള കവികളുടെ കവിതാ പരിണാമം എടുത്ത് നോക്കിയാൽ, ഉദാഹരണം കുമാരനാശൻ എടുത്ത് നോക്കാം. സ്തോത്രകൃതികളിൽ നിന്നും അദ്ദേഹം വീണഭൂരിക്ക് വരുമ്പോൾ സ്തോത്രകൃതികളുമായിട്ടുള്ള ആ ഒരു ബന്ധം തന്നെ പൂർണ്ണമായി വിച്ഛേദിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അത് 1898 അദ്ദേഹം കൽക്കട്ടയിലേക്ക് പോവുകയാണ് കുമാരനാശാൻ. 1900 തിരിച്ചു വരികയാണ്. കുമാരനാശൻ ചെന്ന് ചേരുന്നത് രവീന്ദ്രനാഥ് ടാഗോറും അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദനും മറ്റും ജീവിച്ചിരിക്കുന്ന ബംഗാളിലാണ്. അങ്ങനെ ഇളകി മറിയുന്ന ബംഗാൾ. ടാഗോറിൻ്റെ മൂത്ത സഹോദരി സ്വർണ്ണകുമാരി ഹിന്ദിയിലെ ബംഗാളിലെ ആദ്യത്തെ നോവലിസ്റ്റാണ്. സ്ത്രീ പ്രസ്ഥാനം ബംഗാളിൽ ഉണ്ടാക്കിയ ആദ്യത്തെ സ്ത്രീ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകയാണ്. അങ്ങനെയുള്ള ഒരു ബംഗാളിലേക്കാണ് കുമാരനാശൻ ചെല്ലുന്നത്. ആ ബംഗാളിൻ്റെ സംസ്കാരം, അവിടുത്തെ സ്ത്രീ മുന്നേറ്റങ്ങളും അവിടുത്തെ നവോത്ഥാനത്തിൻ്റെ ആ ഭാഷകളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് 1900 കുമാരനാശൻ തിരിച്ചു വരുന്നത്. പിന്നീട് കുമാരനാശൻ ഒറ്റ സ്തോത്രങ്ങൾ എഴുതിയിട്ടില്ല. പിന്നെ എഴുതുന്നത് അത് വീണപ്പൂരിക്ക് പോവുകയാണ്. 1909 വീണപ്പൂ എഴുതിക്കൊണ്ടാണ് അടുത്ത കാവ്യ ജീവിതം ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതാണ്ട് ചിന്താവിഷ്ട സീത കഴിയുമ്പോൾ പിന്നെ ഒരു ടേണിംഗ് പോയിന്റ് വരുന്നുണ്ട് കുമാരനാശൻ്റെ കവിതയിൽ. അത് ദുരവസ്ഥയിലേക്ക് മാറുകയാണ്. ദുരവസ്ഥയും ചണ്ടാനഭിഷേയും അതുപോലെ തന്നെ കരുണയും എഴുതും. അതായത് ഈ സീത വരെയുള്ള ആശാന്റെ കാവ്യ ജീവിതം എന്ന് പറയുന്നത് സാംസ്കൃതിക് പൊയിറ്റിക്സ്, സംസ്കൃതത്തിൻ്റെ സൗന്ദര്യശാസ്ത്രത്തിൻ്റെ വഴിയിൽ കൂടിയാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത്. ആ സംസ്കൃതങ്ങളും അതിൻ്റെ ധ്വനിദർശനവും അതിൻ്റെ രസധ്വനി വക്രവർത്തി സിദ്ധാന്തങ്ങളുടെ എന്തും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാവ്യ ലോകമാണ് അദ്ദേഹം ചിന്താവിഷയ സീത വരെ തുറന്നിട്ടിരിക്കുന്നത്.
അതേസമയം ദുരവസ്ഥയിലേക്ക് കടക്കുമ്പോൾ അധികം ട്രെവീഡിയൻ പൊയറ്റിക്സിലേക്ക് കടക്കുക, വ്യവസ്ഥയൊക്കെ ശിഥിലമാക്കിക്കൊണ്ട് പായുന്ന ഗാനാത്മകതയിലേക്ക് പോകുന്ന ട്രെവീഡിയൻ പൊയറ്റിക്സിലേക്കാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ യാത്ര എന്ന് പറയുന്നത്. ദുരവസ്ഥയും ചണ്ടാലവിദ്യയും കരുണയും എല്ലാം ട്രെവീഡിയൻ പൊയറ്റിക്സാണ്. ഒരുപക്ഷെ കുമാരനാഥൻ ജീവിച്ചിരുന്നെങ്കിൽ ആ ഒരു വഴിയിൽ കൂടെ തന്നെ അദ്ദേഹം പിന്നീട് പോകുമായിരുന്നു എന്ന് ഊഹിക്കാം. ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ കാവ്യ ജീവിതത്തിൽ വരുന്ന മാറ്റം. ഇത് OMV സാറിൻ്റെ കാവ്യ ജീവിതത്തിലും കാണാം. ഈ ചോറൂണ് വരെയുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്തെ കവിതകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അതിൽ നിന്ന് മാറ്റം, ചോറൂണുകൊണ്ടുകൂടിയ മാറ്റം സംഭവിക്കുക. ഈ മാറ്റം എന്ന് പറയുന്നത് ദാർശനികമായ ഒരു മാറ്റമാണ്. സാഹിത്യ ചിന്തയിലും കാവ്യചിന്തയിലും അതോടൊപ്പം തന്നെ ജീവിത ചിന്തയിലേക്ക് ഒരു മാറ്റം കുറിക്കുന്ന ഒരു കൃതിയാണ് ചോറൂണെന്ന് പറയുന്നത്. കാരണം അതിൽ നേരത്തെ നാരായണമാഷ് പറഞ്ഞതുപോലെ വീട് തന്നെ അക്ഷയപാത്രത്തിൽ നിന്ന് ഒരേ സൂര്യൻ്റെ ചൂടും വെളിച്ചവും ഉണ്ണുമ്പോൾ ചൊല്ലുകൾ വെവ്വേറെയെങ്കിലും ഒന്നിച്ചു കൂടിക്കഴിഞ്ഞതാണ് ഈ നിലം. OMV സാറിൻ്റെ കാവ്യലോകത്തിൻ്റെ അടിസ്ഥാന ശിലയായി നിൽക്കുന്ന ഈ ഒരു കാഴ്ചപ്പാടാണ്. ഒന്നല്ലി നാമൈ സഹോദരർ അല്ലിപൂവിൽ ഒന്നല്ലി കൈ കരിച്ചൊരു നമ്മയെല്ലാം എന്ന് കുമാരനാശാൻ വീണപൂവിൽ പറയുമ്പോൾ അത് ഒരു സ്പിരിച്വൽ ഹ്യൂമനിസമാണ്. ഒന്നല്ലി നാമൈ സഹോദരർ അല്ലിപൂവിൽ ഒന്നല്ലി കയ്യിൽ തീർത്തത് നമ്മയല്ല. നമ്മൾ സഹോദരന്മാരായിരിക്കുന്നതിന് കാരണം, നമ്മൾ തുല്യരായിരിക്കുന്നതിന് കാരണം ഏതോ ഒരു കൈ, ഒരു അൺനാച്ചുറലായിട്ട് നിൽക്കുന്ന ഒരു ഹാൻഡ്, ഒരു സ്പിരിച്വൽ ഒരു ഹാൻഡ്, ഒരു ആത്മീയമായ ഏതോ ഒരു കൈ നമ്മെ തീർത്തത് കൊണ്ടാണ് നാം എല്ലാവരും സഹോദരന്മാരായി ഇരിക്കുന്നത്. ഈ ഒരു സ്പിരിച്വൽ ബ്രദർഹുഡിനെ, സ്പിരിച്വൽ ഇക്വാലിറ്റിയെ, ഈ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഈ ഒരു കാഴ്ചപ്പാടിനെ തിരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവരികയാണ്, ഭൂമിബദ്ധമാക്കുകയാണ്, ഭൂകേന്ദ്രിതമാക്കുകയാണ് OMV സാർ ചെയ്യുന്നത്. ഊഴിയിലെ തന്നെ അക്ഷയപാത്രത്തിൽ നിന്ന് ഒരേ സൂര്യൻ്റെ ചൂടും വെളിച്ചവും ഉണ്ണുപോകും. ഭൂമിയാകുന്ന അക്ഷയപാത്രത്തിൽ നിന്നും ഒരേ സൂര്യൻ്റെ തന്നെ ചൂടിൻ്റെയും വെളിച്ചത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഈ പ്രകൃതി ജീവിക്കുകയും പ്രകൃതിയെ തന്നെ ആഹാരമാക്കുകയും പ്രകൃതിയെ തന്നെ വീടാക്കുകയും ഒക്കെ ചെയ്ത് ജീവിക്കുന്ന നമ്മുടെ വർണ്ണങ്ങൾ, നമ്മൾ പല വർണ്ണങ്ങൾ ജനിച്ചവരാണെങ്കിലും പല വംശങ്ങൾ ജനിച്ചവരാണെങ്കിലും ചൊല്ലുകൾ, നമ്മുടെ ഭാഷ പലതാണെങ്കിലും നമ്മളെല്ലാവരും ഒരേ പാത്രത്തിൽ, ഭൂമിയാകുന്ന പാത്രത്തിൽ നിന്ന് ഉണ്ണുന്നത് കൊണ്ട് നമ്മൾ സഹോദരന്മാരാണ്, നമ്മൾ സമത്വമുള്ളവരാണ്, നമ്മൾ സ്വതന്ത്രമുള്ളവരാണ്. അപ്പോൾ കുമാരനാശാൻ ഈ സമത്വത്തെയും സ്വാതന്ത്ര്യത്തെയും ഏതോ ഒരു ആദർശമായി കയ്യിലേക്ക് കൊണ്ടുപോയി ബന്ധിപ്പിക്കുമ്പോൾ OMV സാർ ചെയ്യുന്നത് ഭൂമിയിലേക്ക് കൊണ്ടുവരികയാണ്. ഭൂമി കേന്ദ്രിതമാണ്. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന പോലെ അഹം ഭൂമി എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഭൂമിയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് വരുന്നത്. ഈ ഒരു കാഴ്ചപ്പാട് നിന്നുകൊണ്ടാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ എല്ലാ കവിതകളും രൂപം കൊള്ളുന്നതും. ഭൂമിക്ക് ചരണഗീതം വരുന്നതും സൂര്യഗീതം വരുന്നതും എല്ലാം ഈ ഭൂമി കേന്ദ്രിതമായി നിൽക്കുന്നതാണ് കൊണ്ടാണ്. ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ ഭൂമിയുമായി ബന്ധപ്പെട്ടവനെന്ന് അർത്ഥം. വാക്കിൻ്റെ അർത്ഥമാണ് ഭൂമിയിൽ ജീവിക്കുന്നവനാണ് ഹ്യൂമൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഭൂമിയുമായി ബന്ധപ്പെട്ട മനുഷ്യനെക്കുറിച്ച് മനുഷ്യനെ അഭിസംബോധന ചെയ്തുകൊണ്ട്, അവൻ്റെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ കവിതകളിലും വരുന്നത്. ഈ ഒരു കാഴ്ചപ്പാട് വാസ്തവത്തിൽ അതിന് അടിത്തറ, അതിൻ്റെ ഒരു ഈടുവയ്പായി നിൽക്കുന്നത്, അടിത്തറയായി നിൽക്കുന്നത് ചോറൂണായതുകൊണ്ടാണ് MV ചോറൂണാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കവിത എന്ന് പറയാൻ കാരണം. മാത്രമല്ല നിളയാണതിൻ്റെ, ഭാരതപ്പുഴയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നിളയുടെ കഥാകാരനാണല്ലോ MV. നിളയുടെ തന്നെ കവിയും കൂടിയാണ് OMV കുറുപ്പ്. അതുകൊണ്ടാണ് OMV കുറുപ്പിൻ്റെ കവിതയുടെ അടിസ്ഥാന ശിലയായി ചോറൂണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അനുഭവമാണ് മോഹിനിയും കൊണ്ട് ചോറൂണിന് പോയതെങ്കിലും വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നാണ് വലിയ മഹത്തായ കലാസൃഷ്ടികൾ ലോകത്ത് വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ചോറൂണും അതിനോടനുബന്ധിച്ച് വരുന്ന അദ്ദേഹത്തിൻ്റെ കാവ്യലോകവും. എല്ലാവർക്കും നമസ്കാരം. നിയമസഭയുടെ അന്താരാഷ്ട്ര ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നടക്കുന്ന ജ്യോതിഷിനെ അനുസ്മരിക്കുന്ന ഈ ഒരു പരിപാടിയിൽ നാരായണൻ സാറും സോമൻ സാറെല്ലാം ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളടങ്ങുന്ന ഇങ്ങനൊരു വേദി പങ്കിടാൻ എനിക്ക് കഴിഞ്ഞതിൽ
ഇത് ആദരവായിട്ട് കാണുന്നു. ഒരുപാട് സന്തോഷം. മുത്തശ്ശൻ, ഞാൻ, അമ്മ, അച്ഛൻ, മുത്തശ്ശൻ, അച്ഛനും ഞങ്ങൾ ഒരുമിച്ചാണ് വീട്ടിൽ കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ മുത്തശ്ശനും അച്ഛനെയും അമ്മയും അച്ഛനെയും പോലെ തന്നെ കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഓർമ്മകളുണ്ട്. മുത്തശ്ശൻ എൻ്റെ ജീവിതത്തിലെ എല്ലാ ഘട്ടത്തിലും ഒരുപാട് സ്വാധീനിക്കുകയും മുത്തശ്ശൻ്റെ ഒരു സാന്നിധ്യം എൻ്റെ ജീവിതത്തിലെ എല്ലാ ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ചെറുതാകുമ്പോൾ ഞാൻ നോക്കുമ്പോൾ മുത്തശ്ശൻ ഇങ്ങനെ വളരെ കുട്ടിയായിരിക്കുമ്പോൾ മുത്തശ്ശൻ എഴുതിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ അന്നറിയില്ല മുത്തശ്ശൻ ആരാണെന്നുള്ള നമുക്ക് മുത്തശ്ശനാണല്ലോ വീട്ടിൽ. അപ്പോൾ അതുപോലെ ഞാനും ഇതിനെ എന്തൊക്കെയൊക്കെ എഴുതി മുത്തശ്ശൻ എന്നെ കൊണ്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മുത്തശ്ശൻ തിരക്കുള്ള സമയത്താണ് ആണെങ്കിൽ പോലും ഞാനത് കൊണ്ട് കാണിക്കുമ്പോൾ ആ വരികളൊക്കെ നോക്കി അതിൽ ഈ വാക്കിന് പകരം ഇത് ഉപയോഗിക്കാം അങ്ങനെയൊക്കെ അതൊക്കെ പറഞ്ഞു തരുമായിരുന്നു. പിന്നെയാണ് മുത്തശ്ശൻ്റെ കവിതകൾ പഠിക്കാനുണ്ടായിട്ടുണ്ട് സ്കൂളിൽ. അപ്പോൾ അതൊക്കെ ശരിക്കും ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. പിന്നെ സംശയങ്ങൾ വരുമ്പോൾ കവിതയിലാണെങ്കിലും അല്ലാതെ മലയാളത്തിൽ പഠിക്കാനുള്ളപ്പോൾ സംശയം വരുമ്പോൾ മുത്തശ്ശനോട് പോയി ചോദിക്കുക. അപ്പോൾ അങ്ങനെ എത്രയോ ആൾക്കാർ ഞാൻ എന്നോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് മുത്തശ്ശൻ്റെ ഒരു ക്ലാസ്സിൽ ഇരിക്കാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുകയും ക്ലാസ്സിലില്ലാത്തവർ പോലും മുത്തശ്ശൻ്റെ ക്ലാസ്സിൽ വന്നിരുന്ന് ക്ലാസ് കേൾക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ എനിക്ക് വീട്ടിൽ തന്നെ ഞാൻ മുത്തശ്ശനോട് പോയിട്ട് ഇങ്ങനെ സംശയങ്ങളൊക്കെ ചോദിക്കുക എന്നുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. എന്തായാലും മുത്തശ്ശൻ്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന ഈ ഒരു പരിപാടിയിൽ വരാൻ കഴിഞ്ഞത് വലിയൊരു സന്തോഷം. ഒരുപാട് നന്ദി. മുത്തശ്ശൻ്റെ ഞാൻ ആദ്യമായിട്ട് വേദിയിൽ പാടുന്നത് കവിതയാണെങ്കിൽ മുത്തശ്ശൻ്റെ ഒരു കവിതയാണ് ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് സ്കൂളിലെ വേദിയിൽ പാടുന്നത്. പാട്ടാണെങ്കിൽ ഒരു ഓർക്കസ്ട്രയുടെ കൂടെ ഒരു സിനിമ പാട്ട് ഞാൻ വേദിയിൽ പാടുന്നത് മുത്തശ്ശൻ്റെ പാട്ടാണ്, മഴവിൽ കൊടി കാവടി. ഏതാ സരാദ്യം എന്താ പാട്ട് കുറച്ച് വഴി പാട്ട് പാടി മുത്തശ്ശൻ്റെ ഒരു കവിതയുടെ കുറച്ച് വരികൾ ആദ്യം ചൊല്ലാം, എന്നിട്ടൊരു പാട്ടിൻ്റെ കുറച്ച് വരികൾ പാടാം. മുത്തശ്ശൻ്റെ ഈ യാത്ര എനിക്കിഷ്ടം എന്ന കവിതയിലെ കുറച്ച് വരികൾ ചൊല്ലാം. നടന്നും നടന്നേറെ തളർന്നും തളർന്നും തെല്ലിരുന്നും ഇരുന്നിണവേക്കവേ സ്വപ്നം ഒരു കിളിയൊച്ച കേട്ടുണർന്നും ഒരു കിളിയൊച്ച കേട്ടുണർന്നും വീണുടഞ്ഞ മയക്കത്തിൻ വർണ്ണപ്പൊട്ടുകൾ വാരിയെറിഞ്ഞും സുഖദുഃഖ പുണ്യപാപങ്ങൾ നീളെ വിരിഞ്ഞു നിൽക്കും നീണ്ട വഴികൾ പദങ്ങളാലളന്നും നിശ്വാസാദ്രതലങ്ങൾ വിടർന്നു ഞെട്ടടർന്നും എന്തോ തേടി തേടാതെ എന്തോ നേടി നേടാതെ എന്തോ കണ്ടു കാണാതെ
ഈ യാത്ര എനിക്കിഷ്ടം. എന്തോ തേടി തേടാതെ, എന്തോ നേടി നേടാതെ, എന്തോ കണ്ടു കാണാതെ, എന്തോ പാടി പാടാതെ നടന്നു പോയി യാത്ര എനിക്കിഷ്ടം. ഈ യാത്ര എനിക്കിഷ്ടം. ഇതിനൊരു പാട്ട് ഉദ്ദേശിച്ചല്ലേ? മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി, മഞ്ഞക്കുറി മുണ്ട് ചുറ്റി, ഇന്നെൻ്റെ മുറ്റത്ത് പൊന്നോടപ്പൂവേ നീ വന്നു ചിരി തൂകി നിന്നു, വന്നു ചിരി തൂകി നിന്നു, ഓ വന്നു ചിരി തൂകി നിന്നു. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി, മഞ്ഞക്കുറി മുണ്ട് ചുറ്റി, ഇന്നെൻ്റെ മുറ്റത്ത് പൊന്നോടപ്പൂവേ നീ വന്നു ചിരി തൂകി നിന്നു, വന്നു ചിരി തൂകി നിന്നു, ഓ വന്നു ചിരി തൂകി നിന്നു. അച്ഛൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. പക്ഷെ അതിനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഞാനതിലേക്ക് അധികം കിടക്കുന്നില്ല. ഒരു കവിതയിൽ ഏതാനും വരികൾ ചൊല്ലി ഞാൻ നിർത്താം. അച്ഛൻ ആ ഇടയ്ക്ക് ഒരുപാട് പാടിയിട്ടുള്ള, ഒരുപാട് ചൊല്ലി നടന്നിട്ടുള്ള ഒരു കവിതയാണ്. അച്ഛൻ ഏറെ ഇഷ്ടപ്പെട്ട കവിതകളിൽ ഒന്ന്. വേർപിരിയുവാൻ മാത്രമൊന്നിച്ചു കൂടി നാം വേദനകൾ പങ്കുവയ്ക്കുന്നു. വേർപിരിയുവാൻ മാത്രമൊന്നിച്ചു കൂടി നാം വേദനകൾ പങ്കുവയ്ക്കുന്നു. കരളിലെഴുമീനങ്ങൾ ചുണ്ടുനുണയുന്നു, കവിതയുടെ ലഹരി നുകരുന്നു. കരളിലെഴുമീനങ്ങൾ ചുണ്ടുനുണയുന്നു, കവിതയുടെ ലഹരി നുകരുന്നു. കൊച്ചു സുഖദുഃഖമഞ്ചാടി മണികൾ ചേർത്തു വെച്ചു പല്ലാങ്കുഴി കളിക്കുന്നു. വിരിയുന്നു കൊഴിയുന്നു യാമങ്ങൾ, നമ്മളും
പിരിയുന്നു യാത്ര തുടരുന്നു. മായുന്ന സന്ധ്യകൾ മടങ്ങി വരുമോ? സാറിൻ്റെ കവിതയ്ക്കെതിരായിട്ട് ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം സാറിൻ്റെ പാട്ടുകവിയെ നിർമ്മിച്ചാണ് നിരൂപകന്മാരെന്ന 1979 കാലഘട്ടത്തിൽ ആശാൻ്റെ കവിതകളെ വിമർശിച്ചിട്ടുണ്ട്. കാരണം ഒരു മലയാള കവിതയുടെ സൗന്ദര്യശാസ്ത്രം എന്ന് പറയുന്നത് പാട്ടിൻ്റെ സൗന്ദര്യശാസ്ത്രമാണ്. കവിത എന്ന വാക്ക് സംസ്കൃതമാണ്. കവിയുടെ ശബ്ദം എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അതിൻ്റെ മലയാളം ദ്രാവിഡ പദം പാട്ട് എന്നാണ്. ദ്രാവിഡത്തിൽ പാട്ടെന്നാണ് കവിതയ്ക്ക് പറയുന്നത്. അങ്ങനെ പതിറ്റുപാട്ട്, രാമകഥപ്പാട്ട്, കൃഷ്ണഗാഥയ്ക്ക് കൃഷ്ണപ്പാട്ട്, തുള്ളൽ കൃതികൾക്ക് തുള്ളൽ പാട്ട്, എഴുത്തച്ഛൻ്റെ കൃതികൾക്ക് കൃഷ്ണ കിളിപ്പാട്ട്, രാമകഥപ്പാട്ട്. ഇവിടെ പാട്ടെന്ന് പറയുന്നത് വാസ്തവത്തിൽ മലയാള കവിതയ്ക്ക് പറയുന്ന മലയാള പദമാണ് പാട്ട്. ഈ പാട്ടിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത് വ്യവസ്ഥയൊക്കെ ശിഥിലമാക്കി കൊണ്ടുപോകുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് വൃത്തമഞ്ജരിയിൽ സംസ്കൃത വൃത്തങ്ങൾക്കെല്ലാം ലക്ഷണം ഒക്കെ പറഞ്ഞു വെച്ച് സംസ്കൃത രീതി അനുസരിച്ച് ഛന്ദസ് അനുസരിച്ച് ലക്ഷണങ്ങളെല്ലാം പറഞ്ഞു വച്ചതിന് ശേഷം AR രാജരാജവർമ്മ ദ്രാവിഡ വൃത്തങ്ങളുടെ ലക്ഷണം പറയാൻ ആരംഭിച്ചു. അദ്ദേഹം കേകയ്ക്ക് ഒരു ലക്ഷണം പറഞ്ഞു, കാകളിക്ക് പറഞ്ഞു. കാകളി കഴിഞ്ഞ് പിന്നെ മഞ്ചരിക്കൊക്കെ തട്ടിക്കൂട്ടി ഒരു ലക്ഷണം പറഞ്ഞു വെച്ചു. പിന്നെ ഊനകാകളി എന്ന് പറഞ്ഞിട്ട് കാകളിയുടെ വകഭേദത്തിന് ഒരു 3-4 വൃത്തങ്ങൾക്ക് ഒരു ദ്രാവിഡ വൃത്തങ്ങളൊക്കെ സംസ്കൃതത്തിൻ്റെ ഗുരു ഗണ സമ്പ്രദായത്തിൽ വെച്ച് നോക്കിയപ്പോൾ അതിനെ ലക്ഷണങ്ങൾക്കൊന്നും ഒതുങ്ങാതെ നിൽക്കുന്നതാണ് മലയാളത്തിലെ ഗാനശാഖ മുഴുവൻ. പായ്ത്താരി വൃത്തങ്ങൾ, ഒരുപാട് വൃത്തങ്ങൾ, ഒരുപാട് ഗാനരീതികൾ. അദ്ദേഹം പേന താഴെ വെച്ചു. വ്യവസ്ഥയെല്ലാം ശിഥിലം, പ്രധാനം ഗാനരീതിടാൻ എന്ന് പറഞ്ഞിട്ട് പേന അടച്ചു വെച്ചു. നമ്മൾ ചങ്ങമ്പുഴയുടെ കൃതികൾ നോക്കിയാൽ കുറത്തിമട്ട് അല്ലെങ്കിൽ പിന്നെ ഓമനത്തിങ്കിളാവും, ഇങ്ങനെ ഓരോ മട്ടാണ്. കാരണം നമുക്കൊരു സംസ്കൃതത്തിൻ്റെ സൗന്ദര്യശാസ്ത്രമായി അനുസരിച്ചിട്ടല്ല മലയാള കവിത വിലയിരുത്താൻ പറ്റുക. നമുക്ക് സംസ്കൃതത്തിലെ ധ്വനി ദർശനങ്ങൾ കൊണ്ട് ആശാന്റെ എഴുത്തച്ഛൻ്റെ കവിത വിലയിരുത്താൻ പറ്റുള്ളൂ. ക്ഷേമേന്ദ്രൻ്റെ ഔദിത്യ പദ്ധതിയും ആനന്ദവർദ്ധൻ്റെ രസധ്വനി പദ്ധതിയും അതുപോലെ രസധ്വനി പദ്ധതിയെല്ലാം കൊണ്ട് നമുക്ക് എഴുത്തച്ഛൻ്റെ കവിത വിലയിരുത്താൻ പറ്റില്ല. തുള്ളൽ കൃതികളെ വിലയിരുത്താൻ പറ്റില്ല. നമുക്ക് കൃഷ്ണഗാഥയെ വിലയിരുത്താൻ പറ്റില്ല. നമുക്ക് ചങ്ങമ്പുഴയുടെ ഒറ്റ കവിതയും നമുക്ക് ഈ സംസ്കൃത സൗന്ദര്യശാസ്ത്രം അനുസരിച്ച് വിലയിരുത്താൻ പറ്റില്ല. പിന്നെ സംസ്കൃത സൗന്ദര്യശാസ്ത്രത്തിൻ്റെ അളവുകോലുകൾക്ക് പുറത്താണ് മലയാള കവിതയുടെ സൗന്ദര്യശാസ്ത്രം നൽകുന്നത്. ഇതാദ്യം കണ്ടെത്തിയത് ലീലാതിലകാരനാണ്. ലീലാതിലകാരൻ മനപ്രവാളത്തിൻ്റെ ലക്ഷണം പറഞ്ഞു. അതിലെ രസവും അലങ്കാര ധ്വനികളെല്ലാം സംസ്കൃത കാവ്യശാസ്ത്ര പ്രകാരമുള്ളതാണ് മനപ്രവാള കവിതയുടെ സൗന്ദര്യശാസ്ത്രം എന്നെല്ലാം പറഞ്ഞു വച്ചതിന് ശേഷം പിന്നീടാണ് ഇതിന് പാട്ടിന് ലക്ഷണം പറയുന്നത്. പാട്ടിന് പ്രത്യേക ലക്ഷണം പറയുകയാണ്. നമ്മുടെ സംഘാതാക്ഷരം എന്ന് പറഞ്ഞിട്ട് പാട്ടിനെ നിർവചിക്കുക ആവശ്യം. ലീലാതിലകത്തിൻ്റെ 1-ാം ശില്പത്തിൻ്റെ അവസാന പുറത്ത് പ്രത്യേകമായിട്ട് നിർവചിക്കുകയാണ് ചെയ്യുന്നത്. കാരണം സംസ്കൃതത്തിൻ്റെ സൗന്ദര്യശാസ്ത്രത്തിൻ്റെ പോയറ്റിക്സിന് പുറത്തു നിൽക്കുന്നതാണ് ദ്രാവിഡ കവിതയുടെ സൗന്ദര്യശാസ്ത്രവും അതിൻ്റെ രീതിശാസ്ത്രം എന്ന് പറയുന്നത്. ഈ ഒരു രീതിശാസ്ത്രമാണ് മലയാള കവിതയുടെ അടിത്തറ എന്ന് പറയുന്നത്. നമ്മുടെ നമ്മുടെ നാടൻ പാട്ടുകളുടെയും നാടൻ സംഗീതത്തിൻ്റെ എല്ലാം സൗന്ദര്യശാസ്ത്രം എന്ന് പറയുന്നത് സംസ്കൃതത്തിൻ്റെ സൗന്ദര്യശാസ്ത്രമല്ല, ഇപ്പോഴും അല്ല. ഈ ഒരു സൗന്ദര്യശാസ്ത്രത്തിലാണ് വാസ്തവത്തിൽ മലയാളത്തിലെ കവികളുടെ നില. ആശാന്റെ നേരത്തെ പറഞ്ഞ ദുരവസ്ഥയും ചണ്ടാലഭിഷയും കരുണയൊക്കെ എഴുതുന്ന ആശാൻ ഈ സീത വരെയുള്ള കൃതികളുടെ എല്ലാം സൗന്ദര്യശാസ്ത്രം എന്ന് പറയുന്നത് സംസ്കൃത സൗന്ദര്യശാസ്ത്രമാണ്. രസധ്വനി സിദ്ധാന്തം ഉപയോഗിച്ച് ആശാന്റെ വീണഭൂമിയും കലനിയും ലീലയും നമുക്ക് സീതയൊക്കെ വിലയിരുത്താം. പക്ഷേ അതനുസരിച്ച് നമുക്ക് ദുരവസ്ഥ വിലയിരുത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ദുരവസ്ഥ എന്ന് പറയുന്നത് വിലക്ഷണ കൃതിയാണെന്നൊക്കെ പല നിരൂപകന്മാർ പറഞ്ഞു വെച്ചത്. അങ്ങനെയാണെങ്കിൽ ചണ്ടാലഭിഷിയും വിലക്ഷണ കൃതിയാണ്, കരുണയും വിലക്ഷണ കൃതിയാണ്. ഇതെല്ലാം കരുണ എഴുതിയ മഞ്ചപ്പാട്ട് രീതിയിലാണ്. അപ്പോൾ ഇങ്ങനെ മഞ്ചരിയുടെയും മഞ്ചപ്പാട്ടിൻ്റെയും രീതിയിലാണ് അദ്ദേഹം ദുരവസ്ഥയും ചണ്ടാലഭിഷിയും അതൊക്കെ എഴുതി പോയിരിക്കുന്നത്.
അപ്പോൾ ഈ ഒരു ദ്രാവിഡ സൗന്ദര്യശാസ്ത്രത്തിലേക്ക് ഉള്ളൊരു മാറ്റം കുമാരനാശാൻ തന്നെ അദ്ദേഹത്തിൻ്റെ മൂന്ന് കൃതികളിലൂടെ അത് തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പാരമ്പര്യത്തിലാണ് വാസ്തവത്തിൽ പിന്നീട് ചങ്ങമ്പുഴയുടെ കവിതകൾ വരുന്നത്. ആ ചങ്ങമ്പുഴയുടെ ആ ഒരു സ്രോതസ്സിലാണ്, ആ ഒരു മലയാള കവിതയുടെ പാട്ട് പാരമ്പര്യത്തിൻ്റെ സ്രോതസ്സിലാണ് വയലാറും അതുപോലെ വയലിൻ ഗ്രൂപ്പും കുറുമ്പാലനും അതുപോലെ പുതുശ്ശേരി രാമേന്ദ്രൻ തുടങ്ങിയുള്ള ആ നിര കവികൾ മുഴുവൻ വരുന്നത് മലയാള കവിതയുടെ ഈ പാരമ്പര്യത്തെയാണ്. ഈ മലയാള കവിതയുടെ പാരമ്പര്യത്തെയാണ് ഒരു പാട്ട് പാരമ്പര്യം എന്ന് മലയാള കവിതയുടെ സെൻസ് എന്താണെന്ന് അറിഞ്ഞുകൂടാതെ പല നിരൂപകന്മാരും എനിക്ക് കൂടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വാസ്തവത്തിൽ മലയാള കവിതയുടെ പാരമ്പര്യം എഴുത്തച്ഛൻ്റെയും അതുപോലെ തന്നെ നമ്പ്യാരുടെയും ചെറുശ്ശേരിയുടെയും രാമകഥപ്പാട്ടിലൂടെ അയ്യപ്പിലാശാനൊക്കെ തുടർന്നു പോകുന്ന മലയാള കവിതയുടെ പാരമ്പര്യം ഏറ്റെടുത്തുകൊണ്ട് ആ ട്രഡീഷൻ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ വയലിൻ ഗ്രൂപ്പിൻ്റെ കവിതകൾ നിലനിന്നതും അദ്ദേഹം നിലനിർത്തിയത്. ആ ഒരു ട്രഡീഷൻ മനസ്സിലാക്കാതെ അദ്ദേഹത്തെ ഗുരുവിൽപ്പെട്ട പുരോഗമന കവികളെല്ലാം ഒരു പാട്ട് കവികളെന്നും ഒരു മുദ്രാവാക്യ കവികളെന്നും വിളിച്ചത് നമ്മുടെ അക്കാഡമിക് ഫ്യൂഡലിസ്റ്റ് നിരൂപണം എന്ന് ഞാൻ വിദ്യ. ഞാൻ പത്തിരത്തെട്ട് വർഷം കോളേജിൽ പിള്ളേരെ പഠിപ്പിക്കുകയാണ്. ഞങ്ങളൊക്കെ പഠിപ്പിച്ചത് വാസ്തവത്തിൽ അക്കാഡമിക് ഫ്യൂഡലിസ്റ്റ് നിരൂപണമാണ്. അക്കാഡമിക് ഫ്യൂഡലിസ്റ്റ് നിരൂപണം എന്ന് പറഞ്ഞാൽ ഒരു കൃതിക്കുള്ളിൽ നിന്ന് കറങ്ങുക. ഫ്യൂഡലിസം എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ആചാര അനുഷ്ഠാനങ്ങളിലൂടെ നിയമാവലികളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമാണ് ഫ്യൂഡലിസ്റ്റ് സമൂഹം. ഒരു നിയമം അവിടെ ലംഘിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ കർക്കശമായ നിയമത്തിന് അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു സമൂഹം, അതാണ് വാസ്തവത്തിൽ ഈ പറയുന്ന ഫ്യൂഡലിസ്റ്റ് സമൂഹം എന്ന് പറയുന്നത്. അത് ആ സമൂഹത്തിനുള്ളിൽ ആ ഒരു സമുദായത്തിനുള്ളിൽ നിൽക്കാനായിട്ട് പുറത്തിറക്കാൻ പറ്റില്ല. അതേപോലെ ഒരു കൃതിക്കുള്ളിൽ നിന്നുകൊണ്ട് ആ കൃതിക്കുള്ളിൽ കാണുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഭാഷാഘടന, അതിൽ കാണുന്ന അലങ്കാരം, അതിൽ കാണുന്ന ബിംബകൽപ്പനകൾ, ഇതെല്ലാം ചർച്ച ചെയ്ത് പോകുന്ന നിരൂപണത്തെ നമ്മൾ അക്കാഡമിക് ഫ്യൂഡലിസ്റ്റ് നിരൂപണം വിളിക്കേണ്ടത്. അങ്ങനെ അക്കാഡമിക് ഫ്യൂഡലിസ്റ്റ് നിരൂപന്മാർക്ക് ചെന്നെത്താൻ കഴിയാത്ത, മനസ്സിലാക്കാൻ കഴിയാതെ പോയതാണ് വയലിൻ്റെയും അതുപോലെ തന്നെ വൈലോപ്പിള്ളിയുടെയും അതുപോലെ തന്നെ മലയാള കവിതയുടെ പാരമ്പര്യം തുടർന്നു പോകുന്ന കവിതകളുടെ കാവ്യരൂപം. ആ ഒരു രീതിയിൽ നിന്നും ആ ഒരു രീതിയെ ഭേദിച്ചുകൊണ്ട് ആ ഒരു രീതിയിൽ നിന്നുള്ള ഒരു വ്യതിചലനമായിട്ടാണ് പിന്നീട് വയലിനെ കുറിച്ചുള്ള പഠനങ്ങൾ വരുന്നത്, വൈലോപ്പിളിയെ കുറിച്ചുള്ള പഠനങ്ങൾ വരുന്നത്, അപ്പോൾ മലയാള കവികളെ കുറിച്ചുള്ള പഠനങ്ങൾ വരുന്നത്. ഈ ഒരു രീതി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കവികളുടെ ഈടുവെപ്പ് എന്താണ്, അവരുടെ കവിതകളിലൂടെ നമ്മുടെ മലയാള കവിതയുടെ സംസ്കാരം എങ്ങനെ ഈടുവെപ്പായി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ കവിതകളുടെ പാട്ട് പാരമ്പര്യം എന്താണ് പാട്ട് പാരമ്പര്യം എന്ന് മനസ്സിലാക്കിയത് മലയാള കവിതയുടെ പാരമ്പര്യമാണ്, ദ്രാവിഡ കാവ്യ പാരമ്പര്യമാണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇത്തരം നമ്മുടെ വയലിൻ ഗ്രൂപ്പ് പോലുള്ള കവികളുടെ മഹത്വവും കൂടി മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ഈ ONVയുടെ ഓർമ്മകൾ, അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ ഉള്ള ഈ ഒരു ചെറിയ സഞ്ചാരം ഇത് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപർണ ഒരു പാട്ട് പാടിയിട്ട് നമുക്ക് ഈ സംഗമം സമാപിക്കും. ഒരു വട്ടം കൂടി എന്നോർമകൾ നീയൊന്ന് തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒരു വട്ടം കൂടി എന്നോർമകൾ നീയൊന്ന് തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ മോഹം. മരമൊന്നൊഴുത്തുവാൻ മോഹം. അടരുന്ന കായ്